ഹായ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രീമില്ലേ, നമ്മളെ ശംഖുപുഷ്പം വെച്ചിട്ടുള്ള അടിപൊളി ഒരു ക്രീം. ആ ക്രീം ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ളത് ശംഖുപുഷ്പം ഞാൻ എന്താ പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കഞ്ഞിക്കൂർക്കയുടെ ഇല വേണ്ടത്. അത് നമുക്ക് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്. അതിന് കഞ്ഞിക്കൂർക്കയുടെ ഇലയും കൂടി പൊട്ടിച്ചിട്ട് നമുക്ക് ആ ക്രീം ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രീം ഉണ്ടാക്കുന്നത്. ബ്യൂട്ടി ടിപ്പ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ അങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ട് ക്രീം തേക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു 4-5 കഞ്ഞിക്കൂർക്കയുടെ ഇല മതിയാവും. ഒരു പിടി ശംഖുപുഷ്പത്തിന് ഒരു 4-5 കഞ്ഞിക്കൂർക്കയുടെ ഇല. ഇത് രണ്ടും നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് ഇതേപോലെ കഞ്ഞിക്കൂർക്കയുടെ ഇല നുറുക്കിയിട്ട് ഇടണം. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ചെയ്ത്, ചെറിയൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ചെയ്തത്. അത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ കണക്കിനൊന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് മാത്രം വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 സ്പൂണ് അലോവേര ജെല്ലിയാണ് എടുത്ത്, പിന്നെ ഒരു 1/2 സ്പൂണ് ഗ്ലിസറിനും, പിന്നെ കുറച്ച് 2-3-4 തുള്ളി റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതേപോലെ നന്നായി മിക്സാക്കി എടുത്ത് ഇതേപോലെ ആയിരിക്കും. ഞാൻ എടുത്ത വെള്ളം എന്ന് പറയുന്നത് കുറച്ച് കൂടിപ്പോയി. ഇതാ ഞാൻ ഉണ്ടാക്കിയ നമ്മളെ ആ വൈറൽ ക്രീം. പക്ഷേ ഇത് കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേര ജെല്ലിൻ്റെ കുറവ് കാരണമാണ്. ഇത് ഇവിടെ ഉണ്ടായിരുന്ന അലോവേര ജെല്ല് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കട്ടി ആവുന്ന രീതിയിൽ ഉണ്ടാക്കണം. എന്നാലും ഇത് ചെറുതായിട്ട് കട്ടിയൊക്കെ ഉണ്ട്. മുഖം നന്നായി കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നും വൈകുന്നേരം കിടക്കാൻ നേരത്ത് രാത്രിയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും ചെയ്യാണ്. ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കഴുത്തിലൊക്കെ തേച്ചെടുക്കാം. ആദ്യമായിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി പരീക്ഷിച്ച് നോക്കി. ഞാൻ 7 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അറിയിക്കുന്നുണ്ട്. വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു ചെറുതില്ലേ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ക്രീം ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളിയായിരിക്കും. താങ്ക് യു. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.